everyone, welcome back. എസ് ജെ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെരി ഫസ്റ്റ് ചാപ്റ്ററിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ഏതാണത് ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ ഒരു 15th പേജിൽ നമുക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമർ ടോപ്പിക് ഉണ്ട്. ഏതാണത് വേഗം നോക്കാം. യെസ്, ഈ പേജിനകത്ത് നിങ്ങൾക്ക് കാണാം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അവർ നമ്മളോട് പഠിക്കാൻ പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും നമുക്ക് ഉണ്ടാവും എന്നർത്ഥം. ഓക്കെ, അതിന് ഹയർ സ്റ്റഡീസിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഹയർ ക്ലാസ്സസിലൊക്കെ പോകുന്ന സമയത്തും ഡെഫിനറ്റ്ലി ഈ മേഖലയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ഇത് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സോ എന്താണ് അവർ തന്നിരിക്കുന്നത്? അവരിങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 2 സെന്റൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, സീക്രട്ട്ലി ഐ ബോട്ട് കാശി യാത്ര, ഇത് ടെക്സ്റ്റിലൊരു സെന്റൻസ് ആണ്. ഐ ബോട്ട്, എന്നിട്ട് ആ ബോട്ട് എന്ന് പറയുന്ന വേർഡ് അവരിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ ഈ സെന്റൻസ് 1-ന്റെ ബോട്ട് എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിട്ടാണ്. ബൈ ബോട്ട്, V2 അല്ലെ. ബോട്ട് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. റെഡി അല്ലേ? വിൻ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ്, വൺ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്. റെഡി അല്ലേ? പ്ലേ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ്, പ്ലേഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്. ഈ പറയുന്നത് പോലെ നെക്സ്റ്റ് വേർഡ് നോക്കുക, നെക്സ്റ്റ് സെന്റൻസ് നോക്കുക. ഐ ന്യൂ ദെൻ that my student had passed with flying color. ലാസ്റ്റ് സെന്റൻസ് ആണ് അല്ലേ. had passed, ഇവിടെ had passed എന്ന് പറഞ്ഞാൽ അതെന്താ സാധനം? ഈ ഹാഡ് ഉപയോഗിച്ചിട്ട് വേർബിന്റെ മുമ്പിൽ ഹാഡ് ഉപയോഗിച്ച് എഴുതുമ്പോഴാണ് നമ്മൾ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുക. എന്താ പറയാ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. നിങ്ങൾക്ക് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഈ പെർഫെക്റ്റ് എന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ 3 വേർഡ്സ് ആലോചിച്ചാൽ മതി. ഹാസ്, ഹാവ്, ഹാഡ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഹാസും ഹാവും എങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഹാഡ്, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഹാഡ് എന്ന് പറയുന്ന ആള്. റെഡി അല്ലേ? അപ്പോൾ അവിടെ അങ്ങോട്ട് ഉറപ്പിക്കുക, ഹാഡ് പ്ലസ് വേർബ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, ഇനി ഇത് എപ്പോഴാ പറയുക? എന്ത് പറയാനാണ് നമ്മൾ പറയുക? ഈ 2 സാധനവും സിമ്പിളായിട്ട് ഞാൻ പറയണം. ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് പറയണം. ഐ വാസ് എ സ്റ്റുഡൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഐ പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. ഇത് പ്ലേഡ് എന്നാ പറയുന്നത്, ഇന്നലെ കളിച്ചതാണ്. അപ്പം ഞാനെനിക്ക് പാസ്റ്റ് ടെൻസിലാണ് പറയേണ്ടത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞാൽ മതി. അപ്പം ഞാൻ പ്ലേഡ് എന്ന് പറഞ്ഞു. റെഡി അല്ലേ? ഇനി അത് ഓക്കെയാണ്. അപ്പം അതിലൊരു ഡൗട്ടും ഇല്ല അല്ലെ. ഐ വാസ് ആബ്സെന്റ് യെസ്റ്റർഡേ, അല്ലെങ്കിൽ ഐ വെന്റ് ടു ഡൽഹി ലാസ്റ്റ് ഇയറിൽ ഞാൻ ഡൽഹിയിലേക്ക് പോയി. വെന്റ് എന്ന V2 അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ സെന്റൻസ്. ഒക്കെ, അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എവിടെ ഉപയോഗിക്കേണ്ടത് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അത് അറിയാം സിമ്പിൾ പാസ്റ്റ് ടെൻസ് എവിടെ ഉപയോഗിക്കേണ്ടത്. ഇനി എന്റെ ഡൗട്ട് എന്ന് പറയുന്നത് എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ? എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്? എപ്പോഴാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക? ഇതാണ് നമ്മുടെ ഡൗട്ട്. എപ്പോഴായിരിക്കും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാനാണ് നമ്മൾ ഹാഡ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, നിങ്ങളൊന്നും കൊണ്ട് ശ്രദ്ധിച്ചോളൂ. എന്താണെന്നറിയോ? നമ്മൾ 2 ആക്ഷൻസ് പാസ്റ്റിൽ ഓൾറെഡി നടന്നിട്ടുണ്ട്. അതിൽ ഏതോ ഒരു ആക്ഷൻ മറ്റേതിന്റെ മുന്നേ ആണ് നടന്നതെന്ന് പറയാനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അയ്യോ, എന്താ പറഞ്ഞത്? നമ്മൾ 2 ആക്ഷൻസ് ഓൾറെഡി പാസ്റ്റിൽ നടന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയപ്പോഴേക്കും ബസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യണം, അമ്മയോട് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താ സ്കൂളിലേക്ക് പോകാതെ ഇങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നത്? അമ്മേ, വെൻ ഐ റീച്ച്ഡ് ദ ബസ് സ്റ്റോപ്പ്, ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയപ്പോഴേക്കും, അത് ഓൾറെഡി കഴിഞ്ഞല്ലോ. അപ്പോൾ പാസ്റ്റ് ടെൻസിലല്ലേ നമ്മൾ പറയാം. അപ്പോൾ വെൻ ഐ റീച്ച്ഡ് ദ ബസ് സ്റ്റോപ്പ്, ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയപ്പോഴേക്കും, റീച്ച്ഡ് പാസ്റ്റ് ടെൻസ് ആണ്, അല്ലെങ്കിൽ V2 എന്ന് പറയാം. സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഞാൻ പറഞ്ഞത്. റെഡി അല്ലേ? ഇനി ഇതിൽ ആദ്യം നടന്നത് ഏതാണ്? ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയതാണോ അല്ലെങ്കിൽ ബസ് പോയതാണോ? ഏതാണ് ആദ്യം നടന്നത്? ഡെഫിനറ്റ്ലി ബസ് പോയതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നത് അല്ലേ. അപ്പോൾ ആദ്യം നടന്നത് ബസ് പോയതാണെന്ന് കാണിക്കാൻ ഞാൻ അതിൻ്റെ മുമ്പിൽ ഹാഡ് ചേർക്കണം, അല്ലെങ്കിൽ ആ ഭാഗം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയണം. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കുക. വെൻ ഐ റീച്ച്ഡ് ദ ബസ് സ്റ്റോപ്പ്, ദ ബസ് ഹാഡ് ഗോൺ. കിട്ടിയോ? മനസ്സിലായോ? അപ്പോൾ ഇതിലേതാ ആദ്യം നടന്നത്? ഹാഡ് ഗോൺ എന്ന് വെച്ചാൽ ബസ് പോയതാണ്. വേറെ എക്സാമ്പിൾ, വെൻ ദ ഡോക്ടർ അറൈവ്ഡ് ദ പേഷ്യന്റ് ഹാഡ് ഡൈഡ്. എന്ന് വെച്ചാൽ ഡോക്ടർ എത്തുമ്പോഴേക്കും ആര് മരിച്ചിട്ടുണ്ടായിരുന്നു? പേഷ്യന്റ് മരിച്ചിട്ടുണ്ടായിരുന്നു. ഏതാ ആദ്യം നടന്നത്? ദ പേഷ്യന്റ് ഹാഡ് ഡൈഡ്. ആ സെന്റൻസ് വായിച്ചപ്പോൾ മനസ്സിലായില്ലേ? അപ്പൊ ആദ്യം പറഞ്ഞത് ദ പേഷ്യന്റ് ഡൈഡ്, വെൻ ദ ഡോക്ടർ അറൈവ്ഡ് എന്നാണ്. അറൈവ്ഡ് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. എന്നാൽ അതിന് ശേഷം വരുന്ന ആള് ദ പേഷ്യന്റ് ഹാഡ് ഡൈഡ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി അതാണ് ആദ്യം നടന്നതെന്ന്. റെഡി അല്ലേ? കുറച്ച് എക്സാമ്പിൾസ് നോക്കുക.
it talks about an action that was already completed before another action happened in the past. പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷന്റെ തൊട്ട് മുന്നേ അല്ലെങ്കിൽ അതിന് മുമ്പേ നടന്ന ഒരു ആക്ഷൻ ആണ്, തൊട്ടുമല്ല അതിന് മുമ്പേ നടന്ന ഒരു ആക്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, വൺ തിങ് ഹാപ്പൻ ഫസ്റ്റ്. ഓക്കെ, ഒന്ന് നേരത്തെ നടന്നിട്ടുണ്ട്. ദ ആക്ഷൻ അനദർ തിങ് ഹാപ്പൻഡ് ലേറ്റർ, മറ്റേത് അതിന് ശേഷമാണ് നടന്നത്. എന്ന് വെച്ചാൽ രണ്ടും ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പാസ്റ്റ് ടെൻസിൽ നടന്നതാണ്. അതിൽ ഒന്ന് മറ്റേതിന്റെ മുന്നേ ആണ് നടന്നത് എന്ന് കാണിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം, ഐ ഹാഡ് ഈറ്റൺ ഫുഡ് ബിഫോർ ഐ വെന്റ് ടു സ്കൂൾ. ഓക്കെ, ഫസ്റ്റ് ആക്ഷൻ ഏതാ, ഹാഡ് ഈറ്റൺ ആണ്. ശേഷമാണ് ഞാൻ എവിടേക്ക് പോയത്, വെന്റ് ടു സ്കൂൾ, സ്കൂളിലേക്ക് പോയത്. അപ്പോൾ ഇവിടെ വെന്റ് എന്ന് പറയുന്ന ഭാഗം അല്ലെ, വെന്റ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്താണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി. ആ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ എന്ത് അകത്താക്കിയിട്ടുണ്ട്, ഫുഡ് അകത്താക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹാഡ് ഈറ്റൺ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും അത് ക്ലിയർ ആയിട്ട് കത്തിയിട്ടില്ലേ, ഉറപ്പല്ലേ? ഓക്കെ, ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, കുറച്ച് ഈ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ദ ട്രെയിൻ, ഉറപ്പിക്കാനാട്ടോ, ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ വി റീച്ച് ദ സ്റ്റേഷൻ. ഇതിനകത്ത് റീച്ച് ദ സ്റ്റേഷൻ എന്ന് പറയുന്നത് ആണ് രണ്ടാമത് നടന്ന കാര്യം. അതിന് മുമ്പേ ആര് പോയിട്ടുണ്ട്, ട്രെയിൻ പോയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ, ബസ് ഡിസ്കസ് ചെയ്ത പോലെ. They had slept before the movie started. They had slept before the movie started. സിനിമ തുടങ്ങുമ്പോഴേക്കും ആൾക്കാരൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചില സിനിമകൾ അങ്ങനെയാണ് അല്ലേ. ദേ ഹാഡ് സ്ലെപ്റ്റ്, ആദ്യം ഏതാ നടന്നത്, മൂവി സ്റ്റാർട്ട് ചെയ്തതാണോ അല്ലെങ്കിൽ അവർ ഉറങ്ങിയതാണോ? ദേ ഹാഡ് സ്ലെപ്റ്റ് ആണ് ആദ്യം നടന്നത് അല്ലെ, മൂവി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ. അപ്പോൾ മൂവി സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നത്, സ്റ്റാർട്ടഡ് എന്ന് പറയുന്നതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ, നെക്സ്റ്റ്, ഐ ഹാഡ് സീൻ ദ ഫിലിം ഏർലിയർ, നേരത്തെ അല്ലെ, മുമ്പേ ഞാൻ ഇത് നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോഴല്ല നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഹാഡ് സീൻ. നെക്സ്റ്റ്, ദ ടീച്ചർ ഹാഡ് എന്റർഡ് ദ ക്ലാസ് റൂം ബിഫോർ ദ ബെൽ റാങ്. ബെല്ലടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അത് പാസ്റ്റ് ടെൻസിൽ നടന്നത്. എന്നാൽ അതിനു മുമ്പേ ടീച്ചർ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. ഹാഡ് എന്റേർഡ് എന്ന് പറയുമ്പോഴാണ് ആ ആൻസർ കറക്റ്റ് ആവുക, അല്ലെങ്കിൽ രണ്ട് പാസ്റ്റ് ടെൻസ് വരും. അപ്പോൾ നമുക്ക് ക്ലിയർ ആവില്ല. ഫോർ എക്സാമ്പിൾ, വെൻ ഐ റീച്ച്ഡ് ദ ബസ് സ്റ്റോപ്പ്, ദ ബസ് വെന്റ് പറഞ്ഞാൽ രണ്ടും സിമ്പിൾ പാസ്റ്റിലാണ് പറയുന്നത്. അപ്പോൾ ഏത് ആദ്യം നടന്നത് നമുക്ക് മനസ്സിലാവില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, എന്താ നമുക്ക് നോക്കാം. വെൻ ദ ഡെലിഗേറ്റ്സ് ഡാഷ് അറ്റ് ദ കോൺഫറൻസ്, ദ കീനോട്ട് സ്പീക്കർ ഓൾറെഡി ദ സെഷൻ. അപ്പോൾ എറൈവ് എന്ന് പറയുന്നത് ഫസ്റ്റ് ബ്രാക്കറ്റിലുണ്ട്. അതുപോലെ തന്നെ അവർ നമുക്ക് മറ്റൊരു ഓപ്ഷൻ തന്നിട്ടുള്ളത് ഏതാണ്, യെസ്, ഓൾറെഡി ബിഗിൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, വെൻ ദ ഡെലിഗേറ്റ്സ്, ഇതിൽ ആദ്യം ഏതായിരിക്കും നടന്നിട്ടുണ്ടാവുക, ഓൾറെഡി ബിഗിൻ അല്ലേ, നേരത്തെ തുടങ്ങിയത്, രണ്ടാമത് പറയുന്നല്ലേ. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് ചേർത്ത് കൊടുത്താൽ മതി, ഒരു ഹാഡ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെ പറയാം നമുക്ക്, അപ്പോൾ ആദ്യത്തിന് മുമ്പിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയാം. അപ്പോൾ ഇവിടെ നോക്കുക, വെൻ ദ ഡെലിഗേറ്റ്സ്, ഡെലിഗേറ്റ്സ് എത്തിയപ്പോഴേക്കും, ഡെലിഗേറ്റ്സ് എത്തിയപ്പോഴേക്കും. അപ്പോൾ വെൻ ദ ഡെലിഗേറ്റ്സ് arrived അല്ലെ, വെൻ ദ ഡെലിഗേറ്റ്സ് arrived, ഒരു സുഖമില്ലാത്ത മഷിയായി പോയത് അല്ലെ. നോക്കുക, വെൻ ദ ഡെലിഗേറ്റ്സ് arrived, ഡെലിഗേറ്റ്സ് എത്തിയപ്പോഴേക്കും ആര് വന്നു, arrived കേട്ടോ, arrived. ഇനി എന്താ, ഡെലിഗേറ്റ്സ് എത്തിയപ്പോഴേക്കും അറ്റ് ദ കോൺഫറൻസ് ദ കീനോട്ട് സ്പീക്കർ ഓൾറെഡി നേരത്തെ തുടങ്ങിയിട്ടായിരുന്നു. അപ്പൊ എങ്ങനെ പറയാ, ഹാഡ് ഓൾറെഡി ബിഗൺ. ഓക്കെ, എന്താണ്, BEGU എന്നാണ് ഗൺ ആലോചിച്ചാൽ മതി. ഓക്കെ, ബിഗൺ. ഓക്കെ, ഹാഡ് ബിഗൺ ദ സെഷൻ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ സെൻസ് എന്താ നോക്കാം. രണ്ടാമത്തെ സെൻസിൽ യെസ്, after the students dash how to identify fake news online, they dash start verifying information before sharing it. After the students dash learn ചെയ്യാം. ഓക്കെ, how to identify fake news ഓൺലൈനിൽ വരുന്നത് അവർ തിരിച്ചറിഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ അവർ ഫേക്ക് ന്യൂസ് ആണെന്ന് പഠിച്ച സമയത്ത്, മനസ്സിലാക്കിയ സമയത്ത് they dash started verifying information before sharing it. പിന്നെ അവർ ഷെയർ ചെയ്യുന്നതിന് മുമ്പേ അത് വെരിഫൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതിൽ ഏതാണ് ആദ്യം നടന്നിട്ടുണ്ടാവുക? ഡെഫിനറ്റ്ലി ആദ്യം നടന്നിട്ടുണ്ടാവുക അത് ഫേക്ക് ന്യൂസ് ആണെന്ന് തിരിച്ചറിഞ്ഞ സമയമല്ലേ, പഠിച്ച സമയമല്ലേ അല്ലേ. അത് ലേൺ ചെയ്താലല്ലേ പിന്നെ നമ്മൾ വെരിഫൈ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പണ്ടൊക്കെ ഭയങ്കര ഷെയറിംഗ് ആയിരുന്നു അല്ലേ. പിന്നെ മനസ്സിലായി ഇതെല്ലാം ഷെയർ ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ ഏതാ തിരിച്ചറിവ്? ആദ്യം പഠിക്കലാണ് തിരിച്ചറിവ്. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് ആഫ്റ്റർ ദ സ്റ്റുഡൻസ് എന്താണ്, ആഫ്റ്റർ ദ സ്റ്റുഡൻസ് had
learned. Okay, after the students had learned, അവിടെയാണ് past perfect tense വരിക. ഇനി അവരെന്ത് ചെയ്യാൻ തുടങ്ങി? They dash verifying, they started verifying എന്ന് വെച്ചാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞാൽ മതി. They started verifying information before sharing it. Ready അല്ലേ? Next one. Before Kiran dash using the digital payment platform, she dash her understanding of online fraud prevention. Kiran dash using digital payment. ഡിജിറ്റൽ പേയ്മെന്റ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ, പേടിഎം ഒക്കെ പോലെയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഓക്കെ ഷി ഡാഷ് എൻഷ്യൂർ, അവൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള ഫ്രോഡ് ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ചൊക്കെ അതെങ്ങനെ പ്രിവെന്റ് ചെയ്യണമെന്നെ കുറിച്ചൊക്കെ അവൾ നല്ലവണ്ണം റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻഷ്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏതാണ് ആദ്യം നടന്നിട്ടുണ്ടാവുക? അവൾ ഉപയോഗിക്കാൻ തുടങ്ങിയതാണോ, അല്ലെങ്കിൽ അത് എന്താ പറയുക, അതിനെക്കുറിച്ചിട്ട് എൻഷ്യൂർ ചെയ്തതാണോ? ഡെഫിനറ്റ്ലി എൻഷ്യൂർ ചെയ്തതാണോ? എൻഷ്യൂർ ചെയ്തതിന് ശേഷം മാത്രമാണ് അവൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം സ്റ്റാർട്ട് എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എഴുതേണ്ടത്. സ്റ്റാർട്ടഡ് ആണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്, തൊട്ടും ഇപ്പോൾ അടുത്താണ്. അതിന് മുമ്പേ അവൾ ചെയ്തത് എന്താണ്? യെസ്, ഷീ ഹാഡ് എൻഷ്യൂർഡ് അല്ലേ? ഷീ ഹാഡ് എൻഷ്യൂർഡ്, അവൾ നേരത്തെ എൻഷ്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഓൺലൈൻ ഫ്രോഡ് പ്രിവെൻഷൻ. നെക്സ്റ്റ്, by the time Varun dashed the importance of budgeting, he dashed most of his savings. ബഡ്ജറ്റിങ്ങിനെ കുറിച്ചൊക്കെ അറിഞ്ഞു വരുന്നതിന് മുമ്പേ ബഡ്ജറ്റിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ പൈസയൊക്കെ വരുന്നതിനെ കുറിച്ച് എങ്ങനെ ചിലവാക്കണം എന്നൊക്കെ കുറിച്ചിട്ട് അറിയുന്നതിന് മുമ്പേ വരുൺ ഒരുപാട് പൈസ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് സേവിങ്സ് അവൻ്റെത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. എന്ന് പറയുമ്പോൾ ആദ്യം നടന്നത് നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ എക്സോസ്റ്റഡ് ആണ് അല്ലേ? അപ്പോൾ എക്സോസ്റ്റഡിന് മുമ്പിലാണ് നമ്മൾ ഹാഡ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം? യെസ്, ഹീ had exhausted. He had exhausted. ഇനി ബൈ ദ ടൈം ആദ്യത്തെ എന്തായിരിക്കും? വരുൺ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത്, റെക്കഗ്നൈസ്ഡ്, ZED ഓക്കെയാണ് കേട്ടോ സ്പെല്ലിംഗ്. And the last one, when Raghu dash log into the cyber security webinar, the instructor dash already discuss the importance of strong passwords. ചില ആളുകൾ അങ്ങനെയാണ്. എന്താണ്? രഘു എന്ത് ചെയ്തു? ലേറ്റ് ആയി പോകും. 11th അവറിലാണ് വരിക. അപ്പോൾ എന്താ സംഭവിക്കുക? വെൻ രഘു ഡാഷ് ഇൻ ദ സൈബർ സെക്യൂരിറ്റി വെബിനാറിലേക്ക് അവൻ ലോഗിൻ ചെയ്യുന്നതിന് മുന്നേ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു? ദ ഇൻസ്ട്രക്ടർ ഹാഡ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രോങ് പാസ്വേഡിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഓൾറെഡി അവർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ആദ്യത്തേത് നമുക്കറിയാം, അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞാൽ മതി, ലോഗ്ഡ് ആണ്. നേരത്തെ നടന്ന ഏതാണ്? അവൻ വരുന്നതിന് മുമ്പേ നടന്ന ഏതാണ്? അത് ദ ഇൻസ്ട്രക്ടഡ് ഹാഡ് ഓൾറെഡി. ഈ ഓൾറെഡി ഒക്കെ കണ്ടാൽ നമുക്ക് ഉറപ്പിക്കുക തന്നെയാണ്. ഓൾറെഡി ഡിസ്കസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രോങ് പാസ്വേഡ്. റെഡി അല്ലേ? അപ്പോൾ അത് കഴിയാണ്. ഇനി എൻ്റെ ഡൗട്ട് അത് കുറച്ചുകൂടെ വൃത്തിയിൽ, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വൃത്തിയായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വൃത്തിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, ക്യാൻ യു ജോയിൻ ദീസ് 2 സെൻറ്റൻസസ്? ഇപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിച്ചു, സിമ്പിൾ പാസ്റ്റ് ടെൻസ് പഠിച്ചു. ഇത് രണ്ടും പഠിച്ചിട്ട് നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് ഒന്ന് ജോയിൻ ചെയ്തെഴുതാനാണ് പറയുന്നത്. അങ്ങനെ എഴുതാൻ പറ്റുവാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലേക്ക് വരിക. അടിപൊളിയായിട്ട് ആ പറയുന്ന സെൻറ്റൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റിയിട്ട് ഐ കംപ്ലീറ്റഡ് മൈ വർക്ക്. ഇതാണ് ആദ്യത്തെ ഭാഗം. മൈ ഫാദർ കെയിം ഹോം. എൻ്റെ അച്ഛൻ വീട്ടിലേക്ക് വന്നു, ഞാൻ ഹോം വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഏതോ ഒന്ന് ആദ്യമാണ് നടന്നത്, അതെങ്ങനെയാണെന്ന് എഴുതുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരൊറ്റ സെൻറ്റൻസ് ആക്കിയിട്ട് ഒന്ന് എഴുതി കഴിഞ്ഞാൽ ആ ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് തന്നെ നിങ്ങൾ കംപ്ലീറ്റും മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും കൂടെ ഉണ്ട്. നിങ്ങളൊന്ന് പ്രാക്ടീസിങ് സെഷൻ ഇത് കഴിഞ്ഞ ശേഷം അതൊന്ന് പോയിട്ട് ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ പുതിയ ടെക്സ്റ്റാണ് അല്ലെ, പുതിയ ഗ്രാമറാണ്, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ദിസ് ഇസ് SJ സൈനിങ് ഓഫ് ഫ്രം സൈലന്റ് ലേണിംഗ്. സീ യു ഇൻ അദർ വീഡിയോ.